അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ആദ്യം നോട്ടിലേക്ക് എഴുതിയതിന് ശേഷം വേണം ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ കോസ്റ്റ് ഷീറ്റിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യം പ്രൈം കോസ്റ്റ് എടുക്കുന്നു, പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യുന്നു, അതിനുശേഷം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോസ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇതിൽ പ്രോഫിറ്റ് സെയിൽസ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ആ ക്വസ്റ്റ്യനിലെ വാല്യൂസ് ആദ്യം നമ്മളിവിടെ മെറ്റീരിയൽ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മെറ്റീരിയൽ സ്റ്റോക്കിൻ്റെ കേസിൽ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ റോ മെറ്റീരിയൽ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ കേസിൽ എങ്ങനെയാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ അയച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കാണാം, അതിന് ശേഷം വേണം ഇത് കാണാൻ കേട്ടോ. അപ്പം എങ്ങനെയാണ് വാല്യൂ ചെയ്യുക സ്റ്റോക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഓക്കെ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ റോ മെറ്റീരിയൽ നമുക്ക് ഇയറിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലായിട്ട് 1 സെപ്റ്റംബർ 2021 തന്നിട്ടുള്ളത്. 1 സെപ്റ്റംബർ 2021. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്, 75,000. ഓക്കെ, ഇനി അടുത്തത് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പർച്ചേസ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. പർച്ചേസ് ഉണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പർച്ചേസ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ് തന്നിട്ടുള്ളത്, 66,000 പർച്ചേസ് തന്നിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ആഡ് പർച്ചേസ് 66,000. ഓക്കെ, ഇനി പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, കാരേജ് ഇൻവോൾവ് അങ്ങനെയുള്ള എക്സ്പെൻസ് ഉണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്തപ്പോൾ വന്ന എക്സ്പെൻസ് കാണിക്കുന്നുണ്ട്. എക്സ്പെൻസ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതാം എക്സ്പെൻസസ് ഓൺ പർച്ചേസ്. ഓക്കെ, എത്രയാണ് എക്സ്പെൻസ് തന്നിട്ടുള്ളത്, 1,500 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിത് 75,000, 66,000 പിന്നെ 1,500 ഇത്രയേ ഉള്ളൂ ആഡ് ചെയ്യാനുള്ളത്. ഓപ്പണിംഗ് റോ മെറ്റീരിയലിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് 1,42,500 വരും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാം അല്ലേ. റോ മെറ്റീരിയൽ ആ എൻഡിങ്ങിൽ വരുന്ന റോ മെറ്റീരിയൽ ലെസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ലെസ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഏതാ, 30th സെപ്റ്റംബർ ലാസ്റ്റ് വന്നിട്ടുള്ളതാണ്. 30th സെപ്റ്റംബർ 2021 എത്രയാണ് തന്നിട്ടുള്ളത്, 91, അതായത് 91,500 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 91,500 ഇത് നമ്മൾ ലെസ് ചെയ്യണം. 1,42,500 നിന്ന് നമ്മൾ ഇത് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളത് ലെസ് ചെയ്ത് നമ്മൾ ടോട്ടലായിട്ട് എഴുതുന്നു 51,000. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മെറ്റീരിയൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഡയറക്റ്റ് ലേബർ, അതായത് വേജസ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കാണിക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വേറെ എന്താ തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഈ 51,000 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് ആണ് കേട്ടോ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ്. ഓക്കെ, അതാണ് 51,000 എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഡയറക്റ്റ് വേജ്. എത്രയാണ് ഡയറക്റ്റ് വേജ് തന്നിട്ടുള്ളത്, 52,500 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 52,500. അതായത് ടോട്ടൽ എത്ര വരും, പ്രൈം കോസ്റ്റ് ആണ് നമ്മൾ ടോട്ടൽ എടുക്കുക അല്ലേ, 1,33,500. ഓക്കെ, ഇതെന്താണ്, പ്രൈം കോസ്റ്റ് ആണ്. ഓക്കെ, പ്രൈം കോസ്റ്റ്
ഇനി ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഫാക്ടറി ഓവർഹെഡ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ ആഡ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഇതിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നോക്കാം, ഇവിടെ ഇൻഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ടുള്ള വേജ് നമ്മൾ പ്രൈം കോസ്റ്റിന്റെ അണ്ടറിലും ഇൻഡയറക്റ്റ് ആയിട്ട് തരുന്ന വേജ് എന്തിന്റെ അണ്ടറിലാണ് എടുക്കുക? ഫാക്ടറി ഓവർഹെഡിന്റെ അണ്ടറിലാണ് എടുക്കുക. അതേപോലെ തന്നെ ഫാക്ടറി റെന്റ്, റേറ്റ്സ് ആൻഡ് പവർ തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതൊക്കെ ഫാക്ടറി ഓവർഹെഡിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടെയാണ് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം ഇൻഡയറക്റ്റ് വേജ്. ഇൻഡയറക്റ്റ് വേജ് എത്രയാ വരുന്നത്? 2750. അടുത്തത് റെന്റ്, ഫാക്ടറി റെന്റ്. ഫാക്ടറി റെന്റ്, റേറ്റ്സ്, ഓക്കെ, ആൻഡ് പവർ അല്ലെ. അങ്ങനെ തന്നിട്ടുള്ളത് എത്രയാണ്? 15000. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ് തന്നിട്ടുള്ളത്? 3500. ഓക്കെ, അപ്പൊ ഇത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 21250 വരും. ഇനി ഇതിന്റെ കൂടെ 21250, ഇനി ഇതിന്റെ ബാക്കി ഞാൻ ഈ സൈഡിൽ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, ഇത് മേലേക്ക് എടുത്ത് എഴുതാം. 21250 ആണ്. 1,35,000, 21250. ഓക്കെ, 21250. ഇനി നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ ക്വസ്റ്റ്യനില് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട്. 1 സെപ്റ്റംബർ 2021 28,000. അതേപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് 30 സെപ്റ്റംബർ 2021 35,000 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഫാക്ടറിയുടെ ഉള്ളിൽ നടക്കണതാണ് അല്ലെ. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കോസ്റ്റ്. അപ്പം അതിന്റെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക, ഫാക്ടറി ഓവർഹെഡിന്റെ കൂടെ ആഡ് ചെയ്യുക. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫാക്ടറി ഓവർഹെഡിന്റെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. 21250. ഇനി ഇവിടെ ആഡ് ഫാക്ടറി വർക്കിംഗ് പ്രോഗ്രസ്, വർക്ക് ഇൻ പ്രോഗ്രസ് 1 സെപ്റ്റംബർ 2021. അതിന്റെ ഓപ്പണിങ് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. അതായത് എത്രയാണ് എമൗണ്ട് വരിക? ഓപ്പണിങ്ങത്തെ 28,000 അല്ലെ, 28,000. ഓക്കെ, അപ്പൊ നമ്മൾ അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,33,500, 21,250, 28,000. ഓക്കെ, അപ്പോൾ അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 1,52,750 വരും. ഓക്കെ, 1,52,750. ഇതിന്റെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യേണ്ടി വരും? ലെസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെസ് വർക്ക് ഇൻ പ്രോഗ്രസ്, ലെസ് വർക്കിംഗ് പ്രോഗ്രസ് 30 സെപ്റ്റംബർ 2021 നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ലെസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എമൗണ്ട് എത്രയാണ്? 35,000 ആണ് വരുന്നത്. അത് നമ്മൾ ഇതിൽ നിന്ന് 1,52,750 ലെസ് ചെയ്യുന്നു. അതായത് 1,17,750. ഓക്കെ, 1,17,750 വരും. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഫാക്ടറി ഓവർഹെഡ് ഇതിന്ന് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ആഡ് ചെയ്തു, ഓപ്പണിങ്ങിന്റെ ക്ലോസിങ്ങിന്റെ ലെസ് ചെയ്തു. ഇപ്പൊ കിട്ടിയത് വർക്ക് കോസ്റ്റ് ആണ് അല്ലെ. വർക്ക് കോസ്റ്റ് ഇപ്പൊ നമ്മൾ ഫാക്ടറി പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു. ഫാക്ടറി ഓവർഹെഡുകളൊക്കെ ആഡ് ചെയ്ത് വർക്കിംഗ് പ്രോഗ്രസിന്റെ ക്ലോസിംഗ് ലെസ് ചെയ്തിട്ട് വർക്ക് കോസ്റ്റും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കാനുള്ളത് എന്താണ്? ഓഫീസ് ആൻഡ്
അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇനി അടുത്തതായിട്ട് എഴുതുന്നത്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഓക്കെ, ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കാം. ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വല്ലതും തന്നിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ഓഫീസ് റെന്റ് തന്നിട്ടുണ്ട് അല്ലേ. ഓഫീസ് റെന്റ് ആൻഡ് ടാക്സ് തന്നിട്ടുണ്ട്. എത്ര? 2500. അത് നമുക്ക് ആഡ് ചെയ്യാം. ഓഫീസ് റെന്റ് ആൻഡ് ടാക്സ് 2500 അല്ലേ. 2500 ആണ് തന്നിട്ടുള്ളത്. അത് ആഡ് ചെയ്യാം. അതായത് 1,17,750 കൂടെ 2500 ആഡ് ചെയ്യാം. 1,20,250 കിട്ടും. ഇതാണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് 1,20,250. ഇനി ലാസ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ് നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യാം. സെല്ലിംഗ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മെറ്റീരിയലിന്റെ കേസ് നമ്മൾ പറഞ്ഞു. അതേപോലെ ഫാക്ടറി ഓവർഹെഡിന്റെ കൂടെയാണ് വർക്കിംഗ് പ്രോഗ്രസ് ഓപ്പണിങ്ങും ആഡ് ചെയ്യേണ്ടതും വർക്കിംഗ് പ്രോഗ്രസിന്റെ ക്ലോസിങ് ലെസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഇത് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിങ്ങും തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വർക്കിംഗ് പ്രോഗ്രസിന്റെ ഓപ്പണിങ്ങും വർക്കിംഗ് പ്രോഗ്രസിന്റെ ക്ലോസിംഗ് സ്റ്റോക്കും തന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ആഡ് ചെയ്യും. അതേപോലെ ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ലെസ് ചെയ്യും വേണം. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആഡ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ്. സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ഏതാ? 1 സെപ്റ്റംബർ 2021 എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അതായത് എത്രയാ? 54,000. ഓക്കെ, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതായത് 1,74,250. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ലെസ് ചെയ്യുക. എന്ത്? സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് 30th സെപ്റ്റംബർ 2021 ലെസ് ചെയ്യാം. അതായത് എത്ര വരും? 31,000 വരും. ഓക്കെ, അത് ലെസ് ചെയ്യാം. അതായത് നമുക്ക് എത്ര കിട്ടും? ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,43,250 വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഫൈനലായിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കോസ്റ്റ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് തന്നിട്ടുണ്ടോ? ഇവിടെ കാരേജ് ഔട്ട്വാർഡ് തന്നിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ഇതിലാണ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അഡ്വർടൈസിങ് തന്നിട്ടുണ്ട്. അതുപോലെ ട്രാവലേഴ്സ് വേജസ് ആൻഡ് കമ്മീഷൻ തന്നിട്ടുണ്ട്. ഇതൊക്കെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഇവിടെ എടുക്കണം. അപ്പോൾ കാരേജ് ഔട്ട്വാർഡ് എത്രയാണ്? കാരേജ് ഔട്ട്വാർഡ് 2,500. അതേപോലെ അഡ്വർടൈസിങ് എത്രയാ? 3,500. ഓക്കെ, അടുത്തത് ട്രാവലേഴ്സ് വേജസ് ആൻഡ് കമ്മീഷൻ. 6,500. ഓക്കെ, ടോട്ടല് 12,500. 1,43,250 കൂടെ 12,500 ആഡ് ചെയ്യുന്നു. അതായത് 1,55,750. ഓക്കെ,
ഇതാണ് എന്ത് കോസ്റ്റ് ഓഫ് സെയിൽസ്, സെയിൽ ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസിൽ നമുക്ക് ടോട്ടൽ സെയിൽസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. നോക്കൂ, എത്രയാണ് ടോട്ടൽ സെയിൽസ് തന്നിട്ടുള്ളത്? 2 ലക്ഷമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് സെയിൽ ചെയ്യാൻ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1,55,750 അതിന് നമ്മൾ എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്? കോസ്റ്റ് വന്നത് എത്രയാണ്, നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് എത്രയാണ്? 2 ലക്ഷമാണ്. 2 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്തത്? സെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് 2 ലക്ഷത്തിന് സെയിൽ ചെയ്തതിൽ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് 1,55,750. അപ്പൊ അതിൽ ബാക്കിയുള്ള ബാലൻസ്, അതായത് 44,250 എന്ന് പറയുന്ന ഈ ഒരു ബാലൻസ്, അതായത് 2 ലക്ഷത്തിൽ നിന്ന് 1,55,750 ലെസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ ബാലൻസ് എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെ. നമ്മൾ സെയിൽ ചെയ്തിട്ട് നമുക്ക് 2 ലക്ഷം കിട്ടി, നമുക്ക് കോസ്റ്റ് വന്നത് 1,55,750. അപ്പോൾ ബാക്കിയുള്ള ബാലൻസ് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും, അതായത് 44,250. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ടാക്കുക? പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ വർക്കിംഗ് പ്രോഗ്രസ് ഓപ്പണിംഗ് ക്ലോസിംഗ് തന്നു കഴിഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡിന്റെ ടോട്ടലിന്റെ കൂടെ ഓപ്പണിംഗ് ആഡ് ചെയ്യും, ക്ലോസിംഗ് ലെസ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഫിനിഷഡ് ഗുഡ്സ് ഓപ്പണിംഗ് ക്ലോസിംഗ് തന്നു കഴിഞ്ഞാൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്റെ കൂടെ ഫിനിഷഡ് ഗുഡ്സ് ഓപ്പണിംഗ് ആഡ് ചെയ്യുകയും ഫിനിഷഡ് ഗുഡ്സ് ക്ലോസിംഗ് ലെസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ഫൈനൽ ലാസ്റ്റ് നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ ശേഷം നമ്മളിവിടെ ടോട്ടൽ കോസ്റ്റ് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. എല്ലാം സെയിലിനേക്കാൾ കൂടുതലാണ് കോസ്റ്റ് ഓഫ് സെയിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും. ഓക്കെ.